ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റിന് മുമ്പുള്ള ലാസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിനെയൊക്കെ ഞങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും, വാട്ട് ടു എക്സ്പെക്ടിന്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഇസ് അമേസിങ് ഫുഡ്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കാണ്. അന്തുവിന് വയ്യ, ജഫ്രിന് വയ്യ, പ്രിൻസ് ഓട്ടത്തിൽ, പ്രിയ ഡയറ്റിൽ. അപ്പം ഞാനാണ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്തവണ കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. കുനാഫ ബ്രൗണി തൊട്ട് ഫഡ്ജ് ബ്രൗണീസ്, മിൽക്ക് കേക്ക്സ്, ഡോണട്ട്സ്, സം അമേസിങ് ബ്ലൂബെറി കപ്പ് കേക്ക്സ്. അതല്ലാതെ ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി കൊറിയൻ ക്രീം ബൺസും ഉണ്ട്. സോ ഇത് ഓരോന്നായി ഞാൻ ടേസ്റ്റ് ചെയ്യും, നിങ്ങൾ കൊതിയെടുക്കും. ആൻഡ് ലെറ്റ്സ് ബിഗിൻ അവർ വ്ളോഗ്. ഇറക്കും. കഴിക്കണമെങ്കിൽ എക്സിബിഷന് വരിക. ഡിസംബർ 6th and 7th അവന്യൂ സെൻറ്ററിൽ രാവിലെ 10 തൊട്ട് രാത്രി 9 വരെ. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന് മുമ്പ് ഒരു കാണിച്ചു തരാം. ലാസ്റ്റ് മൂമെൻറ്റ് പ്രിപ്പറേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുക. ആകെ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് ഞാനും എൻ്റെ ഫുഡ് വ്ളോഗുമാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഭയങ്കര കൊതി വന്നിട്ട് ഇത് സ്മെൽ സോ ഗുഡ്. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ഇൻ ടു എ ഫ്രഞ്ച് ബേക്കറി ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഇത്. ഇപ്പം നമുക്ക് ആക്ച്വലി കാലിക്കട്ടിൽ നിന്നുള്ള 2 ഫുഡ് ബ്രാൻഡ്സ് ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് യുവർ ബെസ്റ്റ് ചാൻസ് ടു ട്രൈ സം ഒത്തൻറ്റിക് മലബാർ സ്നാക്സ്. ഷറഫ ഫുഡ് നമ്മുടെ എല്ലാ എക്സിബിഷനും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജെയിനിത്ത, ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുന്നത് ജസ്റ്റ് ടു സെർവ് യു. ഇറ്റ്സ് ഓഫ് ദ പ്യുവർ പാഷൻ ഫോർ ഫുഡാണ്. അവർക്കൊക്കെ അവിടെ നല്ല സെയിലുള്ളവരാണ്. ബട്ട് സ്റ്റിൽ അവരുടെ ഫുഡ് പുതിയ ആൾക്കാർ ടേസ്റ്റ് ചെയ്യുന്ന കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. ആൻഡ് വി ക്യാൻ ഗ്യാരണ്ടി ഇതുവരെ നമുക്ക് ഒരു ബാഡ് ഫീഡ്ബാക്ക് പോലും വന്നിട്ടില്ല. ആൻഡ് അത്രയും നല്ല ഫ്രഷ് ഫുഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ടേസ്റ്റ് ഇഷ്ടമല്ലോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ദ ക്വാളിറ്റി ആൻഡ് ദ ഫ്രഷ്നെസ് ഇസ് ഗ്യാരണ്ടീഡ്. അതല്ലാതെ നമുക്ക് 2 ബ്രാൻഡ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ചീനവല, നമ്മുടെ ഫേവറേറ്റ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയ അരുൺ ചേട്ടൻ്റെ വൈഫ് ടീന ചേച്ചിയുടെ ഒരു ബ്രാൻഡാണ് ബുലാജുറി എന്ന് വന്ന്. ഐ തിങ്ക് സോ ദ പ്രൊനൗൺസിയേഷൻ ഇസ് റൈറ്റ്. ആൻഡ് അടുത്ത വൻ്റെ പേര് എക്സ്പ്ലോറിങ് ഹൗസ് വൈഫ്സ് ആണ് തോന്നുന്നു, ബൈ അനുപമ. ദാറ്റ്സ് സച്ച് എ നൈസ് നെയിം അല്ലേ, എക്സ്പ്ലോറിങ് ഹൗസ് വൈഫ്. അത് ഞാൻ വല്ല ട്രാവലാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇറ്റ്സ് എക്സ്പ്ലോറിങ് ഹൗസ് വൈഫ് ബൈ അഞ്ജു. സോ ഇവരൊക്കെ ആക്ച്വലി ഇത് നമുക്ക് അയച്ചിട്ട് ഫീഡ്ബാക്ക് ചോദിക്കുന്നു, ലാസ്റ്റ് മൂമെൻറ്റിൽ എന്തെങ്കിലും മാറ്റണമെന്ന് ചോദിക്കുന്നു. സോ ജസ്റ്റ് സോ ദ പാഷൻ ടു ഗിവ് ഗുഡ് ഫുഡ്. അധികം സംസാരത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് നേരെ ടേസ്റ്റിങ്ങിലേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഐ ടു ടേസ്റ്റ് എവറിത്തിങ്. നോ, അമേസിങ് കൊറിയൻ ക്രീം ബൺ ആണ്. ദ ലുക്ക് അറ്റ് ദ ബൺ. ഇത് കാണുമ്പോൾ തന്നെ യു നോ ഷീസ് ബേക്ക് ദിസ് ടു പെർഫെക്ഷൻ. ആൻഡ് നോക്കട്ടെ, ഇറ്റ്സ് വെരി സോഫ്റ്റ്. ഇറ്റ്സ് സോ സോഫ്റ്റ്. Smells buttery. Oh yeah. ഒരു മിക്സ് ഓഫ് മേളിൽ ഒരു ക്രിസ്പല്ല, ഒരു ടോസ്റ്റിനെസ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്, ചീസിനെസ് ഉണ്ട്, ആൻഡ് ദെൻ ഓബിയസ്ലി ക്രീമിനെസ്. കൊതിയെ തുടങ്ങിയാ. അല്ലാതെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറച്ച് മറ്റേ അവർ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇപ്പം നമുക്ക് കാണിക്കുന്നുള്ളൂ. ലുക്ക് അറ്റ് ദിസ്. ഇത് ഞാൻ ഒരെണ്ണം കഴിച്ചു, 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം കഴിച്ചു, ബിക്കോസ് ഇറ്റ് വാസ് സോ ഗുഡ്. ഇതൊരു ടുബാസ്കോ സോസ് പോലത്തെ ഒരു സോസാണ്. ആൻഡ് ദർ സം മയോ ഓൾസോ. ഇതിൻ്റെ സോസേജ് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ സോസേജ് ഉണ്ട്. ദാറ്റ് മീൻസ് ലൈക്ക് എവറി ബൈറ്റ് യു ഗെറ്റ് ദ സോസേജ്. ഇതെൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് പോവാം. പണ്ട് ഹോട്ട് ബ്രെഡ്സിലൊക്കെ ഇങ്ങനത്തെ സാധനം കിട്ടുമായിരുന്നു. ഇന്നും ആ ഹോട്ട് ബ്രെഡ്സിൻ്റെ ക്വാളിറ്റിയിൽ ആ റേറ്റിൽ കൊടുക്കുന്ന ഒരു സ്ഥലം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓ, ദിസ് ഇസ് എ മെറ്റിൽഡ കേക്ക്. അവരുടെ വേർഷൻ ഓഫ് ഒരു മെറ്റിൽഡ കേക്കാണ്. സോ നോക്കട്ടെ, യു ക്യാൻ ഗെറ്റ് സം ക്രീം ആൻഡ് സം ബ്രൗണി. ഒരു നല്ല റിച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അടിയിൽ വരുന്നത്. ആൻഡ് ദെൻ യു ഹാവ് ദ ഫ്രഷ് ക്രീം ഓൺ ടോപ്പ്. ദിസ് ലുക്സ് സോ ആപ്പറ്റൈസിങ് അല്ലേ. ഇത് മാംഗോ മിൽക്ക് കേക്കാണ്. ഓ, നോക്കിക്കോ. So you can see the layers, you can see the cream, the mango and the vanilla sponge, and it's soaked in milk. Oh yum. Normally, must try on a mango milk cake. If you love moist, extremely moist, extremely moist cake with little bit of mango and cream, not overly sweet. A mango inde ചെറിയ പുളിപ്പും ഉണ്ട്. ഇത് സ്മാഷ് ഹിറ്റാണ്. ഇപ്പോൾ വിരാട് കോഹ്ലി ഡബിൾ സെഞ്ചുറി എടുത്തില്ലേ ഹീറോയില്ലേ,
അതുപോലെ ഹീറോ ഡിഷാണിത്. എനിക്ക് തോന്നുന്നു ഈ ഹോം മെയ്ഡ് ബേക്കേഴ്സിനെ ശരിക്കും ഉണ്ടല്ലോ നമുക്കൊരു ഹൈ എൻഡ് ബേക്കറിയിൽ നന്നായി അറിയുന്നവരെ, കാരണം ഇവർ ഇൻഗ്രീഡിയൻസിൽ സാക്രിഫൈസ് ചെയ്യില്ല കുറച്ച് റേറ്റ് കൂടിയാലും. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ടേസ്റ്റ്, ആ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം. നിങ്ങൾ ഈ എക്സിബിഷൻ ഒന്ന് കഴിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവോ അല്ലയോ എന്ന് അറിയില്ല, ബട്ട് യു ക്യാൻ ടേസ്റ്റ് ദ ക്വാളിറ്റി. ലുക്ക് അറ്റ് ദിസ്, ഹൗ മോയ്സ്റ്റ് ഇസ് ദിസ് പ്ലം കേക്ക്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഷൈനിങ് കാണുന്നുണ്ടോ? കണ്ടോ? ആൻഡ് ഇറ്റ് സ്മെൽ സോ എക്സോട്ടിക് സ്മെല്ല്. ഓക്കെ, നട്ട്സും അതൊക്കെ ഇഷ്ടമാണ്, ബട്ട് ഇതിൽ കൂടുതൽ കിസ്മിസ് ആണ്. സോ മച്ച് ഓഫ് ദിസ് മറ്റേ മുന്തിരി ഭയങ്കര ഇഷ്ടമായിരിക്കും പ്രിയയ്ക്കിത്. ഐ എം വെരി സോറി ടീനു ചേച്ചി ആൻഡ് അഞ്ജു, ഇത് കുറച്ച് ഡിഷസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ബട്ട് എല്ലാം നമ്മുടെ എക്സിബിഷന് കാണും. കുറച്ച് കേട്ടോ, എല്ലാം ഒന്നും മാറിയിട്ടില്ല. ഇപ്പം ഇതെനിക്ക് ആരുടെയാന്ന് ഐഡിയ ഇല്ല, നമ്മളെല്ലാം കൂടെ എടുത്ത് വെച്ചത് കൊണ്ടേ. കുറേയൊക്കെ ഫ്രിഡ്ജിലുമായിരുന്നു. എന്തൊരു നല്ല പാക്കിംഗ് ആണ് നോക്ക്. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി ഗിഫ്റ്റ് ചെയ്യാം. ഡു സപ്പോർട്ട് ദീസ് ഗുഡ് ഓണസ്റ്റ് ബേക്കേഴ്സ്. ഫുഡ് ഓണസ്റ്റായി നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന എല്ലാവർക്കും നമ്മളെപ്പോഴും ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ചെയ്യണം. ഐഫോൺ അൺബോക്സിങ്ങിനെയും കാട്ടി സന്തോഷമാണ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ. ഇത് എന്താണെന്ന് പോലും എനിക്ക് ഓ വാവ്, ദിസ് ഈസ് ഓൾസോ ഐ തിങ്ക് സോ അനദർ ടൈപ്പ് ഓഫ് പ്ലം കേക്ക്. പക്ഷേ ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ നട്ട്സ് വേണമെന്ന്. ആൻഡ് ഐ തിങ്ക് ദിസ് ഹാസ് സം ആൽമണ്ട് ഓൾസോ. ഇത് പ്ലം അല്ല കേട്ടോ, ഇറ്റ്സ് എ വെനില സ്പഞ്ച് ഐ തിങ്ക്. അത് ബൺ കേക്ക്. ഓ നോ, ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഓ സ്മാഷ്, സിക്സർ. ഇതിൻ്റെ അകത്ത് കിസ്മിസ് അല്ല, കിസ്മിസ്, നട്ട്സ്, ബട്ടർ, എഗ്. ഓ എല്ലാം ഒരു യൂറോപ്യൻ ടച്ച്, ഒരു ക്രിസ്മസി ഫീലാണ്. ദില്ലു എന്തൊരു കഴിപ്പല്ലേ, ദില്ലുവിന് എന്തൊരു ഭാഗ്യമെന്നാണ് നിങ്ങളൊക്കെ പറയേണ്ടത്. കഴിപ്പല്ലല്ലോ, ഇതൊക്കെ കഴിക്കാനുണ്ടെങ്കിലും കഴിക്കാൻ കിട്ടുന്ന അവസരം എത്ര പേർക്ക് കിട്ടും. So look at this amazing cupcake, the layers, the cream, the blueberry. Yum. High quality mascarpone cheese ഉപയോഗിച്ചിരിക്കുന്നത്. The blueberry, നല്ല ബ്ലൂബെറി കോംബോ. ആൻഡ് ദ കപ്പ് കേക്ക്, ഇറ്റ്സ് വെരി മോയ്സ്റ്റ്. ബിസ്ക്കറ്റ് ലെയറിന് പകരം, സാധാരണ ചീസ് കേക്കിൻ്റെ അടിയിൽ ബിസ്ക്കറ്റ് ലെയർ ആണല്ലോ, അതിന് പകരം ദിസ് അമേസിങ് കപ്പ് കേക്ക്സ്. ഒരു ബൈറ്റും കൂടെ എടുക്കാൻ തോന്നുന്നു നമ്മൾ. പക്ഷേ ഞാൻ ശരിക്കും ഷുഗർ കട്ടിലായിരുന്നു കേട്ടോ. എനിക്ക് മറ്റേ റീസ് ചോക്ലേറ്റിനൊക്കെ ഓർമ്മ വരുന്നു. ഇറ്റ്സ് ലോട്ടസ് ബിസ്കോഫ്. ഓ ഗൂയി ലോട്ടസ് ബിസ്കോഫ് വിത്ത് ദറ്റ് അമേസിങ് ഹൈ ക്വാളിറ്റി മാസ്കപ്പോണി ചീസ്. ഒരു പെർഫെക്റ്റ് മാച്ച് പോലെ അവർ ചെയ്തു വെച്ചിരിക്കും. കാരണം ഇത് പെട്ടെന്ന് ഫ്ലോപ്പ് ആകുമ്പോൾ ഒന്നൊരു ഡിഷാണ്. കാരണം ലോട്ടസ് ബിസ്കോഫ് ഭയങ്കര സ്വീറ്റായി പോകാൻ സാധ്യതയുണ്ട്. ചീസ് ഒരു ഹൈ ക്വാളിറ്റി എങ്കിൽ ഈ എന്താ പറയുക, നമ്മുടെ ഒരു ഫെറ്റ ചീസ് പോലെ പൊടി പോലത്തെ ചീസായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ക്രീമി ആയിരിക്കും. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന നല്ല ചീസ് ക്വാളിറ്റിയാണ് ഇതിലുള്ളത്. അതിന് അടിയിൽ നല്ല മോയ്സ്റ്റ് ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു വീണാലേ. നല്ല ഐഡിയ കേട്ടോ, നല്ല ട്വിസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചീസ് കേക്ക് കപ്പ് കേക്ക് കഴിക്കുന്നത്. ഓക്കെ, ഐ എം എക്സൈറ്റഡ് ടു ട്രൈ ദിസ്. ഇത് ആക്ച്വലി കുറച്ച് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് തോന്നുന്നു. ഞാനിത് മൈക്രോവേവ് വെച്ചിട്ടാണ് തരേണ്ടതെന്ന് തോന്നുന്നു. കുനാഫ ബ്രൗണി, പിസ്താഷ്യോ കുനാഫ, ദുബായ് ചോക്ലേറ്റ് ചീസ് ബ്രൗണി. നോക്കട്ടെ, കടിക്കുന്നില്ല, പൊട്ടിച്ചെടുക്കാം. സോ അകത്ത് നല്ല ബ്രൗണി തന്നെയാണ്, മുകളിലാണ് ആ ഒരു ദുബായ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വെച്ചിരിക്കുന്നത്. നമുക്ക് ദുബായ് ചോക്ലേറ്റിൻ്റെ അത്രയും ഒരു കുനാഫയുടെ പേസ്ട്രീസോ അതൊന്നും ഇല്ല. ബട്ട് ദെൻ യു ഗെറ്റ് എ ഫീൽ ഓഫ് എ ഡിഫറെൻറ്റ് ബ്രൗണീസ്. ഒരു ദുബായ് ചോക്ലേറ്റ് ചെറുതായിട്ട് ടോപ്പ് ചെയ്ത ഒരു ബ്രൗണി. പക്ഷേ ഇതിൻ്റെ ബ്രൗണിയുടെ സൈസ് കുറച്ച് കുറയ്ക്കാൻ തോന്നുന്നു കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതെനിക്കൊന്ന് ബ്ലാക്ക് ഫോറസ്റ്റാ വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ ഏതൊരു ഫ്ലേവറാണ് ഇത്. ആക്ച്വലി മഗ്നോളിയ ബേക്കറിയിലൊക്കെ നമുക്ക് മുകളിലൊരു ബട്ടർ ക്രീം കിട്ടും, ആ ഒരു ഫ്ലേവറുള്ള ബ്രൗണിയാണ്. സാധനം വെളിയിലേക്ക് വരും തോന്നുന്നു. ഇത് ലോട്ടസ് ബിസ്കോഫാന്ന് തോന്നുന്നു. ഇവിടെ കൊണ്ടുവന്ന ചേട്ടൻ തന്നെ എൻ്റെ പേരിൽ കുറച്ച് പേരൊക്കെ മറന്നു. ഇത് ലോട്ടസ് ബിസ്കോഫ് ബ്രൗണി, യുണീക്കല്ലേ. സാധാരണ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ട്, അതല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അവർ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടിട്ടുണ്ട്. സോ കുറച്ച് ബൈറ്റും കിട്ടുന്നുണ്ട്.
I love these home bakers. They bring up some unique, amazing items. And ingante events are successful. They'll be more confident and they'll come forward to more events. പുതിയ സാധനങ്ങളായിട്ട് വരുമല്ലോ. ഡോണറ്റിന് ഒരു ചെറിയ ബൈറ്റ് എടുക്കുന്നുള്ളൂ. വേദു ലവ്സ് ഇറ്റ്. ഇറ്റ്സ് എ മിൽക്ക് ക്രീം ഡോണറ്റ് ആണെന്ന് തോന്നുന്നു. മിൽക്ക് ചോക്ലേറ്റ് ഡോണറ്റ്. അതിന് വരെ അവർ ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നു. വാവ്. അധികം ഓവർലി ഓയിലി ഫീൽ ഇല്ലാതെ ഇറ്റ്സ് ലൈറ്റ്, ഇറ്റ്സ് ഡോയി, ലൈറ്റ് ഡോ, നൈസ് പെർഫെക്റ്റ് ചോക്ലേറ്റ്, പെർഫെക്റ്റ് സ്വീറ്റ്നെസ്. ഒരു 5-6 സുഖമായിട്ട് പോവാം. ബ്രൗണി നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കെയർഫുൾ ആവുക, കാരണം ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കുക. എനിക്കൊന്നും ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനും കൂടെ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ. തിരാമിസുൻ്റെ എന്തോ ഒരു ഇത് സംഭവമാണ്. തിരാമിസു ആണോ ആ ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ബട്ട് ദെൻ അവരുടെ പാക്കിംഗ് തന്നെ കണ്ട ഇറ്റ്സ് സോ ക്രിസ്മസീനോ. ആൻഡ് ദെൻ യു ക്യാൻ സീ ദ നട്ട്സ്, ദ ചോക്ലേറ്റ്. എത്ര ലെയേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ. ഇരിക്കുന്നു. ഓഫ്, യു ക്യാൻ സീ ദ നട്ട്സ് ആൻഡ് ദ ക്രീം ആൻഡ് ദ ഹേസൽനട്ടും ന്യൂട്ടല്ലയുടെ പോലത്തെ ഒരു ന്യൂട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേസൽനട്ടിൻ്റെ ചോക്ലേറ്റും വരുമ്പോൾ തന്നെ ന്യൂട്ടല്ല ഫ്ലേവർ കിട്ടുമല്ലോ. ഓ യാം, ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് വെറും ഒരു സാമ്പിളാണ്. ഐ കാൺ വെയിറ്റ് ഫോർ യു ഗൈസ് ടു കം ആൻഡ് എക്സ്പ്ലോർ അവർ അതർ ഓഫറിങ്സ് ഓൾസോ. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഫുഡ് നമുക്ക് ഒന്നും വേസ്റ്റ് ആകാൻ പാടില്ല. അങ്ങനെ മലബാർ തൊട്ട് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഡിസേർട്ട്സ് വരെ ഓച്ച് ഫ്ലീ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. വേഗം ഡ്രസ്സ് മാറി നേരെ ഹാളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ബ്രാൻഡ്സ് ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, സോ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയുള്ള എക്സിബിഷനിലേക്ക് പോവാണ്. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ഹോങ്തായ് ഉണ്ട്. ഈ ഹോങ്തായ്ക്ക് ഒരിടയ്ക്ക് ന്യൂസിൽ വന്നായിരുന്നു ഒരു ഡിഫക്റ്റീവ് ബാച്ച് ഉണ്ടായിരുന്നു എന്ന്. അതല്ല, നമുക്ക് ഇതുവരെ ആ ബാച്ച് കിട്ടിയിട്ടില്ല. അത് വളരെ പഴയ ബാച്ച്, 2023 കണ്ട ഒരു എൻഡിങ് 0332 അങ്ങനത്തെ ഒരു ബാച്ചാണ്. അത് നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും എന്നാലും അത് കിട്ടാൻ സാധ്യതയില്ല. സോ നമ്മുടെ കയ്യിൽ പുതിയ ലേറ്റസ്റ്റ് ബാച്ച് ഹോങ്തായ് വന്നിട്ടുണ്ട്. അതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസിന് ഈ ട്രാവലിംഗ് ടൈമിലും ലൊക്കേഷനിലൊക്കെ വെച്ച് തലവേദന വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ പേർക്ക് ഗിഫ്റ്റ് ചെയ്തു. ആൻഡ് ദേ ഓൾ ലവ് ഇറ്റ്. സോ നിങ്ങൾക്കും അത് ഉപയോഗിക്കാം. തലവേദന ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മൂക്കടപ്പോ ജലദോഷമോ ഡിസിനെസ്സോ ടയർഡ്നെസ് എന്തുണ്ടെങ്കിലും ഹോങ്തായ് എന്ന് പറയുന്ന ഒരു തൈ ഇൻഹേലർ ബാമാണ്. ബാമല്ല, തൈ ഹെർബൽ ഇൻഹേലറാണ്. ജസ്റ്റ് മണപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രഷ് ആവും. സോ എൻ്റെ പ്രോഡക്റ്റാണ്. ഞാൻ പേഴ്സണലി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അവിടുന്ന് ഡയറക്റ്റ് ഇതിൻ്റെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തു കൊണ്ടുവരുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി ഒത്തൻറ്റിക്. ഞാൻ പേഴ്സണൽ ഗ്യാരണ്ടിയാണ്. ഐ ബീൻ യൂസിങ് ദിസ് പ്രോഡക്റ്റ് ഫോർ മോർ ദാൻ 12 years നൗ. മോർ ദാൻ 12 years. ഓക്കെ, സോ ഇനി നേരെ നമുക്ക് ഹാളിലേക്ക് പോകാം. കുറച്ച് ബ്രാൻഡ്സ് വന്നിട്ടുള്ളൂ. എന്തായാലും വന്നവരെയൊക്കെ കാണാം. ഗായ്സ്, അങ്ങനെ നമ്മൾ അവന്യൂ സെൻറ്ററിലെത്തി. സോ ബ്യൂട്ടിഫുള്ളി ആൻഡ് വെൽ ഡെക്കറേറ്റഡ്. ശരിക്കും ക്രിസ്മസ് തുടങ്ങുന്ന പോലെയായി. അവന്യൂ സെൻറ്റർ പനമ്പള്ളി നഗറിലാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി ടു ലൊക്കേറ്റ്. മെയിൻ റോട്ടിൽ തന്നെയാണ്. അവിടെ ബാക്കിയെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. എന്തായാലും ലുക്കിംഗ് ബ്യൂട്ടിഫുൾ നോ. ഇത് അവന്യൂ സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതും മെയിൻ എൻട്രൻസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ ഇവിടെ ഇഷ്ടംമാതിരി പാർക്കിംഗ് ഉള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കൂടിയാണ് നമ്മുടെ എക്സിബിഷൻ എൻട്രൻസ് വരുന്നത്. ഈസിയാണ് കണ്ടുപിടിക്കാൻ. കാരണം നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ അവിടെ ഉണ്ട്. പ്രിയയുടെ ഡെക്കറേഷൻ ആണ്. ഇവന്റ് മാനേജ്മെന്റ് ഒന്നുമില്ല. ഓ, വെളിയിൽ എന്തൊരു ഡെക്കറേഷൻ ആയിട്ട്. ഓ, ഞാൻ പറഞ്ഞോളെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എക്സിബിഷൻ പൊളിക്കും. എക്സിബിഷൻ കഴിഞ്ഞ് എനിക്കൊരു ട്രിപ്പ്, സോളോ ട്രിപ്പ് സ്പോൺസർ ചെയ്താൽ മതി. കംപ്ലീറ്റ് സ്ട്രെസ് എനിക്കായിരുന്നു. എല്ലാം എന്റെ ആട്ടാ. ആ പിന്നെ പക്ഷെ ട്രിപ്പ് പോകാൻ വന്ന ഞാനും. ഇത് ആഘോഷിക്കാൻ, ഇതിന്റെ സക്സസ് ആഘോഷിക്കാൻ. അത് നിങ്ങൾ വിചാരിക്കണം, ഇത് കാണുന്നവര്. സോ ഈ വീഡിയോ വരുന്ന അന്നും സാറ്റർഡേയും സൺഡേ ഡിസംബർ 6th and 7th വന്ന അവന്യൂ സെന്ററിലാണ് പനമ്പള്ളി നഗർ. 10 മണി തൊട്ട് രാത്രി 9 മണി വരെ ഉണ്ട്. എല്ലാ ബ്രാൻഡ്സും ആയിട്ടില്ല. ഞങ്ങൾ ഉള്ള കുറച്ച് ബ്രാൻഡ്സ് ഒരു പ്രിപ്പറേഷൻ കാണിച്ചു തരാം. ഇന്നൊരു 10-15% ബ്രാൻഡ്സേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ രാവിലെ. കാരണം ഇത്തവണ നമുക്ക് ഓൾ ഓവർ കേരളയിൽ നിന്ന്. സോ അതുകൊണ്ട് അവർ പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇത്തവണ കുറേ പുതിയ ബ്രാൻഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ രാവിലെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിട്ട് നിങ്ങൾ കരുതും. എന്തായാലും വന്ന കുറച്ച് ബ്രാൻഡ്സിന്റെ നമ്മൾ കാണിച്ചു തരാം. ഐശ്വര്യത്തോടെ ഫസ്റ്റ് ബ്രാൻഡ്, ആദ്യത്തെ ബ്രാൻഡ് ജിഞ്ചർ ദിയ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ജിഞ്ചർ എന്നാണ്, ജിഞ്ചർ ആൻഡ് കോ. ഓക്കെ, ഔട്ട്ഫിറ്റ്സിന്റെ ബ്രാൻഡാണ്. നമ്മുടെ ഫസ്റ്റ് എക്സിബിഷൻ ഓബ്രോൺ മോളിൽ വെച്ച് നടത്തിയപ്പോ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. കാരണം അന്ന് ഈ കൊറിയൻ ഇൻസ്പയർഡ് ഔട്ട്ഫിറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ആ മനസ്സിലായി. 3 ഫ്ലീ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു.
ഏതാ? നമ്മുടെ 3 ഫ്ലീ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഡെലിവറി ആയി, അതുകൊണ്ടാണ് പിന്നെ ഒരു ഗ്യാപ്പ് വന്നേ. ഡെലിവറി ആയ ബേബിയാണ് ബേബി ആയിട്ട് വരെ വന്നു. അതെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല എന്തെങ്കിലും തുടങ്ങാനായിട്ട്. ഇതൊക്കെയാണ് ഇൻസ്പിറേഷൻ, ലിവിങ് ഇൻസ്പിറേഷൻസ് ആണ്. സോ ഇവിടെ വരുന്നത് ക്യൂട്ട് ആയിട്ടുള്ള ഫസ്റ്റ്ലി നല്ലത് ഇതുപോലത്തെ ഷൂസ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, ആൻഡ് ക്വാളിറ്റി അതാണ്. ആ ക്വാളിറ്റി യു ക്യാൻ ഫീൽ ഇറ്റ്. കുറച്ച് സെറ്റ്സ് കാണിച്ചു തരാവേ. കൊള്ളാലോ അത്. കണ്ട നല്ല ഈ ടൈം ഓഫ് ദി ഇയറിലാണ് പ്രിയക്ക് ഒരാളും കൂടെ വേണമെന്ന് തോന്നുന്നത്. ഒൺലി ഫ്ലീ മാർക്കറ്റ് ടൈപ്പ് ഡ്രസ്സുകൾ കാണുമ്പോ ഗേൾസ് ഡ്രസ് കാണുമ്പോ ഒരാളും കൂടെ വേണമെന്ന്, അല്ലെങ്കിൽ ഒരാൾ തന്നെ ധാരാളം മാർക്കറ്റിന് വേണ്ടി മാത്രം ഫ്ലീ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ ക്രിസ്മസ് തീംഡും ആണ്. അല്ലാതെ ഇതൊക്കെ നോക്കിക്കോ, ആരെങ്കിലും സ്ക്രീൻഷോട്ട് തന്നെ കാണിച്ചെടുത്തോണ്ട് പോകും. എത്ര ഏജ് വരെ ഉണ്ട്? 4 years വരെ ഉണ്ട്. ബോയ്സിന്റെ കുറച്ച് കാണിക്കോ? ബോയ്സിന് നല്ല സ്റ്റൈലിഷ്. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ബാഗി പാൻസ് ഒക്കെ ഉള്ള സെറ്റ്സ് ഉണ്ടായിരുന്നു. ഓ വാവ്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നൈസ് ക്വാളിറ്റി, ഭയങ്കര നൈസ് ക്വാളിറ്റിയാ. ഇതൊരു വിധം കോട്ടൺ തന്നെ. ഇതാണ് പക്ക കൊറിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് കോഡ് സെറ്റ് പോലെ ഇടാം. ഇതൊന്നും വേറെ എവിടെ അങ്ങനെ കിട്ടാൻ കുറച്ച് പാടാണ്. തണുപ്പ് അടിക്കില്ല ഈ ടൈമിൽ. പെർഫെക്റ്റ്. അതെ, ബേബീസിന് ഇങ്ങനത്തെ ക്യാപ്സ്, ഈ ക്യാപ്പ് അതിന്റെ കൂടെ ഒക്കെ മാച്ച് ആവും കേട്ടോ. ക്യൂട്ടാ നോക്ക് ചെരുപ്പ്. സോ ഇത് ജിഞ്ചർ കോ നമ്മുടെ കൂടെ എക്സിബിഷൻ തുടങ്ങി, ഷോപ്പ് തുടങ്ങി, നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ അമ്മാസ് ഉമ്മ ഉണ്ട് ഇവിടെ. ഉമ്മ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. ഇത്തവണ എന്താ നമുക്ക് സ്പെഷ്യൽ ഉള്ളത്? ടേസ്റ്റ് ചെയ്യാൻ എവിടെ പ്രിൻസ്? ജെഫ്രിന്റെ പണി കിടപ്പായി പോയി. ജെഫ്രിന് ഇത്തവണ ക്രിസ്മസ് 2 വഴക്കും കിട്ടിയിട്ടിരിക്കുക. ആശുപത്രിയിലും പോവില്ല, ചതിച്ചു ക്രിസ്മസ് ഫാദർ. പ്രിയ ഒന്നും കഴിക്കാത്തോണ്ട് ഈ എക്സിബിഷൻ കഴിയുമ്പോ ശരിയായിക്കോളും. ഞാൻ എനിക്ക് ഭക്ഷണം തരുന്നില്ല, എല്ലാം എന്റെ ഭർത്താവാണ് എടുത്ത് കഴിക്കാൻ. അത് സ്പൈസി, ഇത് സ്വീറ്റാ. ഇതൊക്കെ എല്ലാം പ്യുവർ വെളിച്ചെണ്ണയില് ഉമ്മ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഹോം മെയ്ഡ് പിക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പുതിയ മുറുക്ക്. ഇവിടെ റോസ് മിൽക്ക് ഇല്ല ഇത്തവണ. അയ്യോ, അത് ഭയങ്കര ഒരു സ്റ്റാൻഡ് ഔട്ട് പ്രോഡക്റ്റ് ആണ്. മക്കാനയാണോ? ഓ വാവ്, നിങ്ങൾക്ക് ഹെൽത്തി ഫുഡ് വേണമെങ്കിൽ മക്കാന ഉണ്ട്. ഈ ബട്ടർ മുറുക്ക് ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ തന്നെയാണ് തിന്ന് തീർത്തത് കേട്ടോ. ഷോപ്പിലെ കസ്റ്റമേഴ്സും കിട്ടാറില്ല, അത്രയും നല്ല പ്രോഡക്റ്റ് ആണ്. ഷോപ്പില് ജെഫ്രിന് അവരൊക്കെ വരുമ്പോ പിക്കിൾ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കി വീട്ടിലുമ്മ മഷ്റൂം ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയിട്ട് അത് പിക്കിളാക്കിയതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഷ്റൂം. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, നാച്ചുറൽ ആണ്. ആൻഡ് എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ലോട്ടാണ് നിങ്ങൾ കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ബൈ ദീസ്. നോൺ പിക്കിളും കൂടെ ടേസ്റ്റ് ചെയ്ത് പോണ്ടാന്നാ പറഞ്ഞിരിക്കുന്നത്. വെളുത്തുള്ളി ഒക്കെ ഇവിടുന്ന് തന്നെ കാണാം കേട്ടോ നമുക്ക്. ആഹാ, ഓക്കെ, ഒരു രക്ഷയില്ല. അധികം ഉപ്പും ഇല്ല. ആക്ച്വലി ഉണ്ടല്ലോ, ചോറും ഇതും മാത്രം മതി. നല്ല ചോറും തൈര് ആ പിക്കിളും കൂടെ ഇട്ടൊന്ന് കഴിച്ചോണ്ടല്ലോ, നല്ല വിനേഗറിന്റെ ആ ഒരു പുളിപ്പും ഉണ്ട്. കഴിച്ചിട്ട് അങ്ങനെ കാണിക്കണം. അതെ, അത് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് അറിയാം. ഒന്നുമല്ല, ഞാൻ പെപ്സി കുടിച്ചാലും കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങളുടെ ബ്രാൻഡ് എൽറൈസ് ജ്വല്ലറി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവർ 6 months ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. ആൻഡ് ഫസ്റ്റ് എക്സിബിഷൻ ആണ് അവരുടെ വിത്ത് OHF. ആദ്യമായിട്ടാണ് എക്സിബിഷൻ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതും OHF-ല്. അപ്പൊ ഞാൻ എന്താ നിങ്ങളുടെ ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റി എന്താ? ആക്ച്വലി ഇത് 80K പ്ലേറ്റഡ് ജ്വല്ലറീസ് ആണ്. 80K പ്ലേറ്റഡ് ജ്വല്ലറീസ് ആണ്. പിന്നെ ബ്രാസ് ജ്വല്ലറീസ് ആണ്. കൂടുതൽ കണ്ടംപററി പീസസ് പോലെ അല്ലേ? കണ്ടംപററി ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കണ്ടംപററി ജ്വല്ലറീസ് ആണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഭയങ്കര യൂണീക്ക് ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ മൾട്ടിപ്പിൾ പീസസ് പോലും ഇല്ലാത്ത പോലത്തെ, വേറെ എവിടെയും കാണാത്ത പോലെ ഒരു ബൊട്ടീക്ക് കൈൻഡ് ഓഫ് ജ്വല്ലറീസ് പോലെയാണ് കാണുന്നത്. സിംഗിൾ പീസ്. നൈസ്. അപ്പോൾ വരാൻ പറ്റാത്തവർക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ ഓർഡർ ചെയ്യാം. ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതിയേ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബ്രാൻഡ് ടോഡ് ദി ആഡം. ഇവരും നമ്മുടെ കൂടെ OHF ഫ്ലീ മാർക്കറ്റിൽ മിക്ക 3-4 എക്സിബിഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇവരുടെ ബ്രാൻഡ്. കൂടുതൽ ഞാൻ അവരുടെ തന്നെ ചോദിക്കാം. എന്താ ഗേൾസിനെ മാത്രം ചെയ്യുന്നത്?
ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് മോളാണ്, അപ്പോൾ മോൾക്ക് ചെയ്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കോട്ടൺസ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് റെഡ്സ് അല്ലെങ്കിൽ ഗോൾഡൻ എന്ന് വിട്ടിട്ട് ബ്ലാക്ക് ചെക്സിൽ ഗ്രീൻ ഉണ്ട്. നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞാലും സീസണിൽ മാത്രമല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താ അറിയോ, ഗേൾസ് ആണ് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ബോയ്സിനെക്കാളും. വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട വേണ്ട അപ്പൊ പല ടൈപ്പ് ഉണ്ട്, ഈവൻ കുറച്ച് പാർട്ടി വെയർസും ഉണ്ട്. അടിയിലൊക്കെ പാർട്ടി വെയർസ് ഉണ്ട്. നല്ല ഭംഗിയാ. വൗ, സീ ദിസ് വിത്ത് ദ ബോ. ഇത് എടുക്കണ്ടാണല്ലോ. ഇത് നോക്ക്, ഇത് പക്ക ക്രിസ്മസ് ഫീൽ. കസ്റ്റമൈസ്ഡ് സ്റ്റിച്ച്ഡ് പോലെയാ. അപ്പൊ ഇത് ഇവർ കസ്റ്റമൈസും ചെയ്യും അവരുടെ സൈസസ് ഒക്കെ അനുസരിച്ചിട്ട്. ഓ നൈസ് നോ. അതല്ലാതെ ഇതുപോലത്തെ കുറച്ച് ആക്സസറീസും ഉണ്ട്. ഹെയർ ആക്സസറീസ് ഉണ്ട്, ക്ലിപ്സ് ഉണ്ട്, ബോ ഉണ്ട്. ആൻഡ് ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ TOTDIADEM എന്നാണ് പേര്, ഓർഡർ ചെയ്യാൻ പറ്റിയ ഓൺലൈൻ ഓർഡേഴ്സും ഉണ്ട്, കസ്റ്റമൈസേഷനും ഉണ്ട്. ഇൻട്രോവേർട്ടിന് മൈക്ക് കൊടുക്ക്. സംസാരിക്കില്ല, ഇത് പിന്നെ ഓക്കെ, ഞാൻ മൈക്കോടത്തപ്പോ ഞാൻ സംസാരിക്കില്ല, ഊമയാണോ? ഓക്കെ, സോ ഇത് ഇവരുടെ തന്നെ പുതിയ ബ്രാൻഡാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ ചിരിച്ചോണ്ട് നിക്കാന്ന് പറയണത്. ഓക്കെ, സോ ഇത് കഫ്താൻസാ ആൻഡ് കൂടുതലും മറ്റേ ബ്ലോക്ക് പ്രിന്റ്സാ. ബ്ലോക്ക് പ്രിന്റ്സ് ഉണ്ട്, അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇത് ക്രിസ്മസ് തീമിലുള്ള. ഓ നൈസ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ വെയറിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ്. ഏതാ കൂടുതൽ പോപ്പുലർ പാറ്റേൺസ്? ഇപ്പൊ നമ്മളിത് പുതിയ ബ്രാൻഡാണ്, ഞങ്ങളുടെ ഫസ്റ്റ് ആണ്. നൈസ്. അപ്പൊ ഇതിൽ കൂടെ അറിയാം ഏതൊക്കെയാ പോപ്പുലർ. എനിവേ കഫ്താൻസും ബ്ലോക്ക് പ്രിന്റ്സ് ആർ മച്ച് ലൗഡ് ഇൻ കൊച്ചി, സോ ഐ എം ഷുവർ പീപ്പിൾ ലവ് ഇറ്റ്. ആ ബ്ലാക്ക് കാണിച്ചേ. യാ നൈസ്. അപ്പൊ കുറേ ബ്രാൻഡ്സിന്റെ തുടക്കം OH ഫ്ലീ മാർക്കറ്റിൽ കൂടിയാണ്. ഹോപ്പ്ഫുള്ളി അവർക്ക് ഐശ്വര്യത്തോടെ ഒരുപാട് എക്സിബിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇനാക്കിന്നാണ്. സോ ഇത് നമ്മൾക്ക് ഫസ്റ്റ് ടൈമിൽ എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബ്രാൻഡാണ്, നീറ്റീനാണ്. പക്ഷേ ഇവരുടെ ഒരു ഫൗണ്ടർ സ്റ്റോറി ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എൻ്റെ പേര് ഡോക്ടർ ഗായത്രി. ഞാൻ ബേസിക്കലി ഒരു ആയുർവേദ ഡോക്ടറാണ്. പിന്നെ ഞാൻ കോസ്മെറ്റിക് ഫോർമുലേഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. ഞാൻ MD കഴിഞ്ഞിട്ട് കോസ്മെറ്റിക് ഫോർമുലേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ ഞാൻ വേറെ ബ്രാൻഡ്സിന്, നാച്ചുറൽ സ്കിൻ കെയർ ബ്രാൻഡ്സിന് ഫോർമുല ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പിന്നെ ഓണായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ നമ്മളിപ്പം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അതെ, ഡെക്കറേഷൻ മാത്രമല്ല, ദേ പുട്ട് എ ലോട്ട് ഓഫ് തോട്ട് ഇൻടു ദ പാക്കേജിംഗ് ഓൾസോ. പ്രോഡക്റ്റിന്റെ പാക്കേജിംഗ് ഏത് ഏറ്റവും പോപ്പുലർ പ്രോഡക്റ്റ്? ആക്ച്വലി ലിപ് ബാം ആണ് നമ്മുടെ ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഓക്കെ, ഞാൻ കുറച്ച് ആയുർവേദത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്യും, പിന്നെ കണ്ടംപററി ആയിട്ടുള്ള ട്രെൻഡ്സിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇതപ്പോ പല ഫ്ലേവേഴ്സ് ആണ്, ഇതെല്ലാം ഒരെണ്ണത്തിലുള്ളതാണ്. അപ്പം നമ്മളിപ്പം ന്യൂ ലോഞ്ച് ഉണ്ട്, അത് ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഇവിടെയാ സെയിൽ ചെയ്യുന്നത്. അത് നമ്മുടെ ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഇതിൽ നമ്മൾ ഒറിജിനൽ ബീട്രൂട്ടിന്റെ അതിലെ പിഗ്മെന്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഓയിൽ ഡിസ്പേഴ്സ് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ ഓയിലിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ലൈക്ക് ഹെയർ ഇമൾജൽ എന്ന് പറഞ്ഞിട്ട്. ഓയിൽ ഉണ്ട്, പ്രോട്ടീൻ ഉള്ള ഓയിലാ. പിന്നെ അത് കൂടാണ്ട് മേക്കപ്പ് റിമൂവിംഗ് പ്രോഡക്റ്റ് ഉണ്ട്, 100% നാച്ചുറൽ പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ബാമ, മെൽറ്റ് ഇൻ ടു മിൽക്ക് കൈൻഡ് ഓഫ് ബാം. അത് അധികം ബ്രാൻഡ്സ് ചെയ്യുന്നില്ല. ഐ മീൻ വേൾഡിൽ തന്നെ അധികം ബ്രാൻഡ്സ് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് വിൽ ഗ്രോ ആൻഡ് ഗ്രോ. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ എത്തട്ടെ. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസിലാൻഡിലേക്ക് നമ്മളിങ്ങനെ തുടങ്ങുന്നുണ്ട്. എല്ലാ സർട്ടിഫിക്കേഷൻ എല്ലാം അതിന്റെ പ്രോസസ്സിലാണ്. അതെ. ഓ പെർഫെക്റ്റ്, എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യത്തോടെ വന്ന് വാങ്ങാം. ആൻഡ് ഐ തിങ്ക് സോ ഷീ ബിക്കോസ് ഇന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ഐ തിങ്ക് സോ ദിസ് പ്രോഡക്റ്റ് വിൽ ബി മെയ്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സൗണ്ട് ഇല്ല, പ്രിപ്പറേഷനിലൊക്കെ സൗണ്ട് ഒക്കെ പോയി. കുഴപ്പമില്ല, പ്രിയ സംസാരിക്കുന്നത്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ബ്രാൻഡാണ്. എക്സിബിഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ 3-4 എക്സിബിഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ എക്സിബിഷൻ കാലിക്കട്ട് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എനിക്കൊരു ഡൗട്ട് എന്താ അറിയോ, നമ്മുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറെ പേര് ജോയിൻ ചെയ്തവരൊക്കെ പ്രഗ്നന്റ് ആയി. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാന്ന്. ഇപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ബ്രാൻഡ് അവര് നമ്മുടെ എക്സിബിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ പ്രഗ്നന്റ്.
അറിയാം. രണ്ടുപേരും അതിന് ശേഷം അതെ, എക്സിബിഷന് ശേഷമായിരുന്നു. ബ്രാൻഡിന്റെ പേര് മൂക്കുത്തി. ദക്ഷ. അതെ, മൂക്കുത്തീസ് നാളെ അത് ഓർണമെന്റ്സ് ആണല്ലോ, അല്ലാതെ നമ്മുടെ ദക്ഷ എന്ന് പറയുന്ന സാരി ബ്രാൻഡ്സ് ആണ്. അതെ, പുതിയ കളക്ഷൻസ് ആണ്. ഈ കാഞ്ചി സിൽക്കിന്റെ പുതിയ കാഞ്ചി സിൽക്കിന്റെ കളക്ഷൻസും വന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ മൽ കോട്ടൺസിലുള്ള പുതിയ കളക്ഷൻസ് ക്രിസ്മസിനും കൂടെ ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ള കളേഴ്സ്. ഇത് ലിനൻസ് മല്ലാണ്, മിക്സ് ആണ്, ലിനൻ ആൻഡ് മൽ മിക്സ് ആണ്. ഇത് പ്യുവർ മൽസിലാണ്. അപ്പോൾ ആ ബേസ് ചെയ്തിട്ടുള്ള സാരീസും അജ്രക്കിന്റെ സാരീസ് ആണ് ഇതെല്ലാം. ഇത് മൊഡാൾ സിൽക്കിലുള്ളതുകൊണ്ട് പിന്നെ പ്ലെയിൻ കോട്ടൺസിലും ഉള്ളതുണ്ട്. മൊഡാൾ സിൽക്ക് ഭയങ്കര ഈസി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഏറ്റവും നല്ല. ഇത് ജാംദാനി സാരീസ് ആണ്, ജാംദാനി സാരീസ് ആണ് ഇത്. അതും പുതിയ കളക്ഷൻസ് ആണ്. ക്രിസ്മസ് ബേസ് ഇതെല്ലാം ചേർച്ചിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതാ. And this is a Kanchi cotton. കാഞ്ചി വെരി പ്രിറ്റി ട്ടോ. എനിക്ക് ഇങ്ങനത്തെ ബംഗാൾ സാരീസ് അങ്ങനത്തെ ഭയങ്കര, പക്ഷെ ഉടുക്കുമ്പോ പ്രായം തോന്നിക്കും, പക്ഷെ But it looks nice. ഭയങ്കര നല്ല ക്ലാസി ആയിരിക്കും. ഇവന്റ്സും ഫംഗ്ഷൻസും ഒക്കെ എല്ലാവരും ഇപ്പോഴത്തെ ഇത്രയും വലിയ ബോർഡേഴ്സിലോട്ട് മാറിയല്ലോ. ഇപ്പൊ പണ്ടത്തെ കാഞ്ചീപുരം സാരി പോലെ പ്ലെയിൻ കളർ ആൻഡ് ബോർഡർ വലിയ border. എന്റെ കല്യാണ സാരി അറിയോ, ഇത്രയും വലിയ ബോർഡർ ആയിരുന്നു. കളർ പോലും ഓർമ്മയില്ല. ആളെ ഓർമ്മയുണ്ടോ? അതുണ്ട്. യെസ്, ഇവർക്കൊരു ഓർമ്മയുണ്ട്. ഉള്ളവർക്ക് നോട്ടീസ് ചെയ്യും. സോ എന്തായാലും നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബ്രാൻഡ്, ഇവരും നമ്മുടെ കൂടെ ഇതിന് മുന്നേ കഴിഞ്ഞ ക്രിസ്മസിനും ഉണ്ടായിരുന്നു ഇല്ലേ? കഴിഞ്ഞ ക്രിസ്മസിനും ഉണ്ടായിരുന്നു. ലേസ് കുർത്തീസ് ആണ് നമ്മുടെ ഷോപ്പിലും ഉണ്ട്. അപ്പോൾ ഇവരുടെ യൂഷ്വലി കൂടുതലും കാഷ്വൽ വെയർസ് ആണ്, ഡെയിലി വെയർസ് ആണ്, സൽവാർ സെറ്റ്സ് ഉണ്ട്. പറഞ്ഞോളൂ, കൂടുതൽ എങ്ങനത്തെ ടൈപ്പാണ്? എല്ലാ മോഡലും നമ്മളെ കയ്യിലുണ്ട്. സിംഗിൾ പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, ഡ്രസ്സ് മോഡലുണ്ട്. പിന്നെ എല്ലാവരും മീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷനാണ്. അതായത് പ്രൈസ് കുറഞ്ഞതുണ്ട്. സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്ര വരും? നമുക്ക് ഓഫറിൽ 685 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതുപോലെ തന്നെ സെയിം ഒരു കോട്ട് സെറ്റും ഉണ്ട്, ടോപ്പും ബോട്ടവും ഈ ഒരു പ്രിന്റിൽ നല്ല പ്രിന്റ്. അതെ, അതിവിടെ കുറെ വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും സോൾഡ് ഔട്ട് ആവാനുള്ള എല്ലാ രീതിയും കാണിക്കുന്നത്, കാരണം ഇറ്റ് ലുക്സ് വെരി അട്രാക്റ്റീവ്. ഒരു പോപ്പുലർ പാറ്റേൺ ആണ് ഇതിന്റെ. എന്റെ കയ്യില് സൽവാർ നല്ല മറ്റേ അനാർക്കലി പോലെ ഉണ്ടല്ലോ. ഡ്രസ് എത്ര? 5 മീറ്റേഴ്സ് ഉണ്ട്. അത്രയും തുണി ഉപയോഗിക്കുന്നുണ്ടല്ലോ. കിട്ടത്തില്ല. ഓക്കെ, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. കഴിഞ്ഞ എക്സിബിഷൻ നമ്മൾ ഒബ്രോമോളിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് വരുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളെ ഡ്രസ്സ് മേടിച്ചിട്ട് അവർ ചോദിച്ചു അടുത്ത എക്സിബിഷൻ എവിടെയാണ്, അവിടെ വന്ന് മേടിക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമോ അവര്? പറഞ്ഞിട്ടുണ്ട്, അവരിവിടെ വന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ കാണാം. ഓൾ ദ ബെസ്റ്റ്. പ്രിയ പറഞ്ഞു പറയിപ്പിക്കുകയായിരിക്കും കേട്ടാ. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, OHF ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. നമ്മൾക്ക് ചെറിയ കുട്ടികളുണ്ട്, 2 പേർക്കും 2 വയസ്സായ 2 കുട്ടികളുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ തൊട്ടിട്ട് ഇതിന് വെയിറ്റ് ചെയ്യുന്നു. ഇത് ഞങ്ങളെ ഉമ്മേട്ടാ ഭയങ്കര ഹാപ്പി. ഞാൻ നോക്കിയപ്പോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഉമ്മ ചിരിയോടെ ചിരി അവിടെ നിന്നുണ്ട്. ശരിക്കും ഒരു സെലിബ്രേഷൻ ഫീലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കുട്ടികളെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഫീഡിങ് ചെയ്യുന്ന കുട്ടികളാണ് 2 പേർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് എക്സിബിഷൻ എടുത്തില്ലെങ്കിലും OHF നമുക്ക് മസ്റ്റാണ്. അതൊരു വേറൊരു ഫീലിംഗ് ആണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് സെയിലായ പോലെ ഉണ്ട്. പക്ഷെ സെയിലാവും ഉറപ്പായിട്ടും. ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാളാണ് ബിയോണ്ട് ബോഹോ. ഓക്കെ, കഴിഞ്ഞ വർഷവും നമ്മുടെ കൂടെ ക്രിസ്മസ് ആഘോഷിച്ച ബ്രാൻഡാണ് ഇവർ. മാത്രമല്ല എല്ലാവരുടെയും കൂടെ ഇവരും ഉണ്ടായിരുന്നു. ബിയോണ്ട് ബോഹോ എന്നാണ് ബ്രാൻഡിന്റെ പേര്. സെമി കാഷ്വൽസ് ഉണ്ട്, ക്രിസ്മസ് കളക്ഷൻസും ഉണ്ട്. ഇവർക്ക് തന്നെ കൊടുക്കാം. അതെ, ഞങ്ങളുടെ ഇത് ഒരു സെമി കാഷ്വൽ സ്റ്റേറ്റ്മെന്റ് കാഷ്വൽസ് ആണ്
മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ക്രിസ്മസ് ബേസ്ഡ് ഇതൊക്കെ ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രിന്റ്സും ഉണ്ട്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത പ്രിന്റാണ്. ഞാൻ നോക്കുന്നു ചെക്സ്. ഓ നൈസ്. ഇത് കോഡ് സെറ്റ് ആണ്. ഹാഫ് ലൈനിങ് വെച്ചിട്ടുള്ള കോഡ് സെറ്റ് ആണ്. സോ ഇത് നമ്മൾ വരച്ചു കൊടുത്ത് പ്രിന്റ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. And the fabric is also very മൽക്കോട്ടൺ. ഇറ്റ്സ് മൽക്കോട്ടൺ. that's why very breathable. ഇതിന്റെ ഒരു 4 എണ്ണം നമ്മൾ അടുക്കി വെച്ചാൽ ഒരു 3 ഇഞ്ചസിൽ താഴെ വരുള്ളൂ. സോ പാക്ക് ചെയ്യാൻ ഈസി. അത്രയും ലൈറ്റ് വെയിറ്റും ആണ്, തിന്നുമാണ്. തിന്നുമാണ്. ഓ നൈസ്. ഇവിടെ മിററും ഉണ്ട് കേട്ടോ പ്രിയ. എല്ലാ അറേഞ്ച്മെന്റും ഒരു വലിയ മിററുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കഫ്താൻസ് ഇപ്രാവശ്യം ഉണ്ട്. വിത്ത് ഇന്നർ കഫ്താൻസ്. ഇതൊക്കെ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഇടാൻ പറ്റിയാണ്. ഇത് ഷർട്ട് ഡ്രസ്സസ് ഉണ്ട് പ്രിയ. ദാറ്റ് ഇസ് നൈസ് കളർ. Very elegant, no? Yeah. Nice color shades. Nice color. ആൻഡ് ഷർട്ട് ഡ്രസ്സസും ഉണ്ട്. ഇതും നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിച്ച് എംബ്രോയിഡറി പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചു. ഓക്കെ. ഇവിടെ നാട് എവിടെയാ? ചങ്ങനാശ്ശേരി. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഓക്കെ. അപ്പോൾ എക്സിബിഷന് വന്ന് പിന്നെ പോയില്ലേ? ശരിക്കും ഈ എക്സിബിഷനാണ് ഞങ്ങൾ കൊച്ചിയിലോട്ട് സെറ്റിൽ ആവാനുള്ള ഒരു കാരണം. ഞങ്ങളിപ്പോ കൊച്ചി സെറ്റിൽഡ്. വാവ്, അത് കൊള്ളാലോ. കൊച്ചിക്ക് നല്ല ബ്രാൻഡിനെയും കിട്ടി. അതെ, നല്ല നല്ല ബ്രാൻഡ്സ് ഇങ്ങനെ തന്നെ കൊച്ചിയിലേക്ക് വരട്ടെ. സോ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക. ബിയോണ്ട് ബോഹുവിൻ്റെ പേജിൽ. ഇത് പ്രിയ എന്നെ കാണിക്കും. ഇത് നമ്മുടെ ഷോപ്പിലെ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ്സ് ആണ്. ഹെർമാട്ട് എന്നാണ് ബ്രാൻഡിന്റെ പേര്. സൽവാർസ്, കുർത്തീസ്, എവറിത്തിങ് ഇൻ വെരി അഫോർഡബിൾ നമ്മുടെ മിക്ക അടുപ്പിച്ച എല്ലാ എക്സിബിഷൻസിനും ഉണ്ടാവാറുണ്ട് ഹെർമാട്ട്. അത് മാത്രമല്ല ഹെർമാട്ടിന്റെ ബ്രാൻഡ് ചോദിച്ച് തന്നെ കസ്റ്റമേഴ്സ് വരാറുണ്ട് എക്സിബിഷൻസിന്. അപ്പോൾ മേരിയന്റെ അമ്മയൊക്കെ തിക്കും തിരക്കിന്റെ ഇടയിലൊക്കെ പോയി എടുത്തിട്ടുണ്ട്. ഇന്ന് വരുന്നു പറഞ്ഞോ? അതാരാ? ആരാ എവിടെ? മേരിയാനും ദിയ അല്ലേ അത്? ഹലോ. അതാ അങ്ങനെ വരാതിരിക്കില്ല അവര്. ആണാ? എന്തു വന്നില്ല? ശരി. അപ്പോൾ ഇതാ ഹെർമാട്ടിന്റെ കളക്ഷൻസ് ആണ്. നമ്മുടെ ഷോപ്പിലും ഇങ്ങനത്തെ കളക്ഷൻസും ഉണ്ട്. ഇതിന്റെ തന്നെ പല ഷെയ്ഡ്സും ഉണ്ട്. ഇതൊക്കെ കുറച്ച് ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതെ. അതല്ലാതെ കുറെ ഇവരുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സും ഉണ്ട് കേട്ടോ. ഇവിടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സും ഉണ്ട്. ബ്ലോക്ക് പ്രിന്റ് ഇതിന്റെ മോഡൽ സിൽക്കിലെ കഫ്താൻസും ഉണ്ട്. ഈ എക്സിബിഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്ലോത്തിങ്, നല്ല റേറ്റ്സിനും അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെങ്കിൽ ആ റേറ്റ്സിനും എല്ലാ രീതിയിലും അഫോർഡബിൾ റേറ്റ്സിനും കിട്ടും. എക്സ്പെൻസീവ് റേറ്റ്സ് വേണമെങ്കിൽ അതും കിട്ടും. ഇതൊക്കെ കണ്ടോ? അങ്ങനത്തെ കുറെ നല്ല ഡെയിലി വെയർസും ഉണ്ട്, ഫങ്ഷൻ വെയർസും ഉണ്ട്. അപ്പോൾ നാളെ ഇവിടെ വന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇവിടെ വന്ന് നിങ്ങൾ ക്രിസ്മസിന് എന്തെങ്കിലും വാങ്ങാതെ പോവില്ല. ഓക്കെ. നമ്മുടെ അടുത്ത ബ്രാൻഡ് ആല ബൈ ഷെർ എന്നാണ്. നമ്മുടെ ഫസ്റ്റ് എക്സിബിഷന് ഓബ്രോൺ മോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. പിന്നെയും അവർ അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു ഷോപ്പ് വരെ എത്തി. NH ബൈപ്പാസിലെ നെക്സ്റ്റ് അടുത്താണ്. ആല എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഇവർക്ക് കോട്ടൺ വെയർസ് ആണ് കൂടുതൽ. കോട്ടൺ വെയർസ് ഉണ്ട്, ഡെയിലി വെയർസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇങ്ങനത്തെ ഒക്കെ കോട്ടൺ വെയർ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയില്ലേ? കണ്ടാ? സിമ്പിൾ ആൻഡ് നൈസ് നോ? ഇങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ ഇതാ റെഡിൽ ഇതൊക്കെ ദുപ്പട്ട വിത്ത് ദുപ്പട്ടയാണ് വരുന്നത്. എത്രയും റേഞ്ചസ് ഒക്കെ വരുന്നത് സൽവാർസ്? 1000 ഓൺവേർഡ്സ് അല്ലേ? 1000 ഓൺവേർഡ്സ് ആണ് ഇവരുടെ സൽവാറൊക്കെ വരുന്നത് റേറ്റ്സ്. ആൻഡ് സി ദിസ് ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. കണ്ടോ? എന്തായാലും ഇഷ്ടപ്പെടും ആൾക്കാർക്ക്. ഡിഫറെന്റ് ആണ് ഇതിന്റെ കളക്ഷൻസ്. നമ്മളിപ്പോ ഓരോ സ്റ്റാളിൽ പോയാലും സൽവാസിന് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേറെ വേറെ കളക്ഷൻസ്, വേറെ പാറ്റേൺസ് ആണ്. അതാണ് യുണീക്നെസ്. സോ എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യു ക്യാൻ ഓർഡർ ഓൺ ഇൻസ്റ്റാഗ്രാം. പറഞ്ഞോ, ഇത്ര നന്നായി പറയുന്നില്ലേ? ഞങ്ങൾ തന്നെ സ്റ്റണ്ടായി പോയി. ആദ്യമായിട്ട് ഒന്നും പറയാൻ കിട്ടിയില്ല. അപ്പോൾ ബ്രാൻഡിന്റെ പേര് ഫസി പഞ്ച് എന്നാണ്. ബീഡ്സ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഫുൾ ചാംസ് ഒക്കെ ബീഡ്സ് കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ അരീക്കോട് മലപ്പുറത്ത് നിന്ന് അരീക്കോട് നിന്നാണ് വരുന്നത്. ബീഡ്സ് ആണ് മെയിൻ ആയിട്ട് ഫസി പഞ്ചിൽ വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാഗ് ചാംസ്, ഏറ്റവും ട്രെൻഡി ആയിട്ട് എസ്തെറ്റിക് ആയിട്ട് വരുന്ന
ബാഗ് ചാംസ് ഉണ്ട്, അതേപോലെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ബീഡഡ് പ്ലാന്റ്സ് ആണ്. ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന നോർമൽ ബീഡ്സ് കൊണ്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സും എല്ലാം ഉണ്ട്. യൂഷ്വലി ഈ ചെടി നോക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ബെസ്റ്റ് ആണ്. കാരണം വെള്ളം ഒഴിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ചെടിയും ഇഷ്ടമുള്ളവര്. ഇത് ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സ്, ഏറ്റവും ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ നമ്മൾ സ്പോട്ടിൽ DIY ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ ലിപ് ബാംസ് സ്പോട്ടിൽ 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇതിന് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ചാംസ് ചൂസ് ചെയ്തിട്ട് ലിപ് ബാംസും അവൈലബിൾ ആണ്. എന്നിട്ട് അത് സ്പോട്ടിൽ ലിപ് ബാം കീ ചെയിൻസ് ആക്കി കൊടുക്കും. ഒക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബീഡഡ് ഫ്ലവേഴ്സ് ആണ് ഇതൊക്കെ. ഇതും ഒരിക്കലും വാടില്ല. അതല്ലാതെ ഇതുപോലെ പെൻസും ഉണ്ട് അല്ലേ? ഇത് ബീഡബിൾ പെൻസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അവൈലബിൾ ആണ്. ആ ബീഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിഡ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ദിയ ഇപ്പോൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് വന്ന നൂർ ബൈ ഫാത്തിമ ആണ് ബ്രാൻഡിൻ്റെ പേര്. ഇവർ കസ്റ്റമൈസ് ചെയ്യാണ് കൂടുതലും ചെയ്യാറ്. ഇവർക്ക് ഫാബ്രിക്സ് ഉണ്ട്. ഇതേ ഫാബ്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് തന്നെ കട്ട് ചെയ്ത് അവർ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതല്ല നിങ്ങൾക്ക് ഫാബ്രിക് മാത്രം മതിയെങ്കിൽ അങ്ങനെയും അവർ കട്ട് ചെയ്ത് പീസസ് ആയിട്ട് കൊടുക്കും. ആൻഡ് ഇവിടെ ഡിസൈനർ വെയർസൊക്കെ ഇവർ ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ സൽവാർ സെറ്റ്സും ഉണ്ട്, റെഡിമെയ്ഡ് സെറ്റ്സും ഉണ്ട് ഇവരുടെ കയ്യിൽ. ക്രിസ്മസ് കളക്ഷൻസ് എന്ന് പറയാം. ആ സ്ട്രൈപ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലും ഉണ്ട്, വെസ്റ്റേൺ സ്റ്റൈൽസും ഉണ്ട് കേട്ടോ. സി ഓൾ ദീസ് നമുക്ക് ഓൾറെഡി മൽച്ചന്തേരിയിൽ എംബ്രോയിഡറി വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതും വെസ്റ്റേൺ വെയറിൽ അവർ ഡിസൈൻ ചെയ്തെടുത്ത സൽവാറാണ്. ലൈക്ക് എ ഡ്രസ് യു ക്യാൻ വെയർ. ഇതും ഇവരുടെ തന്നെ ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ കോട്ട് സെറ്റ്സും നല്ല ഭംഗിയില്ലേ? കോട്ട് സെറ്റും ഇവരുടെ തന്നെ ഫാബ്രിക്കിൽ അവർ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിമെയ്ഡ് ആയിട്ട് വെച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൈസിലും അവർ കസ്റ്റമൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബ്രാൻഡ് വന്നിട്ട് ഈഷ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവർക്ക് കൂടുതൽ കോട്ടൺ പാൻസ് ആണ്, റെഡിമെയ്ഡ് സ്റ്റിച്ച്ഡ് പാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് എന്താ ഫാബ്രിക്? ഖാദി ഫാബ്രിക്കിൽ ഇത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന പാൻസ് ആണ്. അതല്ലാതെ പല കളേഴ്സിലുള്ള പാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ലേസ് ടൈപ്പ് ആക്ച്വലി പ്ലെയിൻ ടോപ്പോ എന്തിനോട് ഇട്ടാലും നല്ല സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ വെറൈറ്റിയാ, സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെറ്റ് പോലെ അല്ലേ അടിയില്? ഇതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാൻസ് കുറേ ഉണ്ട് ഇവരുടെ കയ്യിൽ. കൂടാതെ ഇവർക്ക് സ്റ്റിച്ച്ഡ് സൽവാസും ഉണ്ട്. നല്ല അല്ലേ? ഇതും ഖാദിയല്ലേ ഫാബ്രിക്? ലൈക്ര മിക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ സ്റ്റിച്ച്ഡ് പാൻസും ഉണ്ട്. സി ഏറ്റവും കൂടുതൽ ഇത്തവണ ഒരു പാൻസിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതെ. ആൻഡ് ഇങ്ങനത്തെ സൽവാസും ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു കോളർ നെക്ക് പാറ്റേൺ ആണ്. ദിസ് ഇസ് എ ഡ്രസ്. നല്ല ഭംഗിയല്ലേ? ഇതിന് പാൻസ് ഇടണം എന്നില്ല. ലൈക്ക് എ ഡ്രസ് യു ക്യാൻ വെയർ. ആൻഡ് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസും ഉണ്ട്. ഇവർ കസ്റ്റമൈസ് ചെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇവർ കളർ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വെരി പ്രിറ്റി നൈസ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ നല്ലതാണല്ലോ, സമ്മർ വെയറിന് പറ്റിയത്. ഇതെല്ലാം ഇവരുടെ ഷോപ്പിലും ഉണ്ട് ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ. ആൻഡ് അതുകൂടാതെ വെരി പ്രിറ്റി ദുപ്പട്ടാസ്. ഇത് വർക്ക് എംബ്രോയിഡറി ചെയ്തതാണ്, ഷാഡോ വർക്കാണ്. ഓക്കെ, സി എംബ്രോയിഡറി ദുപ്പട്ട. അപ്പോൾ ഈ പാൻസിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകും ഇങ്ങനത്തെ ദുപ്പട്ടാസ്. ഓ, ദാറ്റ് ഈസ് നൈസ്. പലാസോ ടൈപ്പ് പാൻസ് അല്ലേ? കലംകാരി ഫാബ്രിക്കിൽ പലാസോ പാൻസ് ഇട്ടുകഴിഞ്ഞാൽ സ്കേർട്ട് പോലെയും വേണമെങ്കിൽ തോന്നിക്കാം. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമേ. നെക്സ്റ്റ് ബ്രാൻഡിന്റെ പേര് ഹൗസ് ഓഫ് അവോയ്. അപ്പോൾ അവോയുടെ മീനിങ് എന്താ? അവോയുടെ പേര് കൊങ്കണി ലാംഗ്വേജിൽ ഗ്രാൻഡ് മദർ എന്നാണ്. അപ്പം ആക്ച്വലി ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകളൊക്കെയാണ്. നമുക്ക് ഈ കേരള സ്റ്റൈലിലുള്ള ഹോം ഫർണിഷിങ് ഒന്നും കിട്ടുന്നില്ല, എല്ലാം നോർത്ത് ഇന്ത്യൻ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഈവൻ എൻ്റെ വീട് ഡെക്കോർ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീടിന് വേണ്ടി ഓരോ സാമ്പിൾസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് വൈ നോട്ട് അതൊരു ബ്രാൻഡായിട്ട് ചെയ്തുകൂടാ. ബിക്കോസ് ആൻഡ് എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുൾ ഹാൻഡ്ലൂമായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ലൈക്ക് നമ്മുടെ ഫസ്റ്റ് സെയില് പോലെയാണ്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതില്ല. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ കാണാറുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. നമ്മുടെ കസിൻസും എല്ലാവരും
സജസ്റ്റ് ചെയ്തിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ലാസ്റ്റ് സ്റ്റോളായിരുന്നു, അപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ പ്രോഡക്ട്സ് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആക്ച്വലി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഷൻ കവേഴ്സ്, മെയിൻലി കുഷൻ കവേഴ്സ്, ബോൾസ്റ്റേഴ്സ് ഉണ്ട്. ഇതാണ് കുഷൻ കവേഴ്സ്. ഇതെല്ലാം ഇത് നമ്മുടെ സമൃദ്ധി എന്ന് പറഞ്ഞ ഫസ്റ്റ് കളക്ഷനാണ്. നമ്മുടെ സമൃദ്ധി എന്ന് പറഞ്ഞ കളക്ഷനിലുള്ളതാണ് ഇത്. ഈ ഒരു സെറ്റ് ലൈക്ക് ഇത് മൊത്തവും കേരള തീം അങ്ങനെയാണ്. ഫുൾ ഇൻസ്പയർഡ് ഫ്രം നമ്മുടെ ലൈക്ക് നമ്മുടെ എന്താ പറയാ പാഡി ഫീൽഡ് അങ്ങനെയൊക്കെ ലൈക്ക് പാഡി ഫീൽഡ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മഴക്കാർ വരുമ്പോഴുള്ള നമ്മുടെ നാട്ടിലെ. ആൻഡ് സെക്കൻഡ് കളക്ഷൻ നമ്മുടെ ഒരു റെഡ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞ് അത് മെയിൻലി നമ്മുടെ ഇഷ്ടിക, റെഡ് ഓക്സൈഡ്. ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആയതുകൊണ്ട് അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ റെഡ്സ് ഓഫ് കേരള അതിൽ പെടുന്ന കളക്ഷനാണ് ഇത്. മാറ്റ് ആണ് ഇതെല്ലാം. ഇത് കിച്ചൺ ടവൽസ് ആണ്. ഇത് രണ്ടും ഇത് നമ്മുടെ തോർത്ത് ഇൻസ്പയർഡ് പോലെയാണ്. ഇത് വെരി സ്മോൾ കിച്ചൺ ടവൽ. ഇത് ആക്ച്വലി നമ്മുടെ ഈ റെഡ്സ് ഓഫ് കേരളയുടെ കൂടെ ഉള്ളതാണ്. ഇത് അതിന്റെ റണ്ണറാണ്. ആൻഡ് ദിസ് ഇസ് ദ മാറ്റ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഫസ്റ്റ് കളക്ഷന്റെ ഭാഗമാണ്. സമൃദ്ധി കളക്ഷന്റെ ബെഡ്ഷീറ്റ് ആണ് ഇത്. ജസ്റ്റ് വൺ ബെഡ്ഷീറ്റ് ഉള്ളി. ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് ലൂംസിൽ നിന്നല്ല, നമ്മൾ സൊസൈറ്റീസിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് സോഴ്സ് ചെയ്തതാണ് ഈ ബെഡ്ഷീറ്റ്സ് മാത്രം. ബെഡ്ഷീറ്റ്സ് ആൻഡ് ബ്ലാങ്കറ്റ്. ബാത്ത് ടവൽസും ഉണ്ട്. These are the bath towels. We have color variations also. 5 color variations. ടവൽസ് പോലെ ഉണ്ട് ആക്ച്വലി. സോ എന്തായാലും ഐ എം ഷുവർ പീപ്പിൾ വിൽ ലവ് ദിസ് ബ്രാൻഡ്. കാരണം നമ്മുടെ കേരളനെ റെപ്രസെന്റ് ചെയ്ത് വളരെ യുണീക്കായിട്ട്, അതെ യുണീക്കായിട്ടുള്ള. എൻ്റെ പേര് ക്രോഷ്യ മാമ. അപ്പോൾ ഞാൻ മെയിൻലി ക്രോഷ്യ പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. ക്രോഷ്യ ഡോൾസ്, ഇതുപോലത്തെ ഡോൾസ് ഉണ്ട്. പിന്നെ ഫ്രോക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ. ക്രോഷ്യ ഡോൾസ് ഉണ്ട്. ക്രോഷ്യ ഡോൾസ് ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് കോട്ടൺ യാൺസ് വെച്ചിട്ടാണ്. പിന്നെ വെൽവെറ്റ് യാൺസ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ ഇത് കുട്ടികൾക്ക് വേണ്ടി ഫ്രോക്സ്, കംപ്ലീറ്റ് ക്രോഷ്യ ഫ്രോക്സ്. ഇത് ഫാബ്രിക്സ് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ക്രോഷ്യ ഫ്രോക്സ്. ഇതിൽ തന്നെ എംബ്രോയിഡർഡ് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. നല്ല കളേഴ്സും ആട്ടാ. ഇതിന് ഷൂ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ പൗച്ചസ്. rattles. Very pretty, no? And ഇത് മിനി ബൊക്കെ പോലെ. ഇതൊക്കെ ഡെക്കോർ ആയിട്ട് ഉപയോഗിക്കാലോ. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ചെയ്യും. അതെ, ക്രോഷ്യയുടെ ഫ്ലവേഴ്സ്. കളിക്കാനും സേഫ് ആണ്. ഇത് ബൊക്കെ ആയിട്ട് ചെയ്യും. കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ബൊക്കെ ചെയ്യും. ഇതുപോലെ മിനി പൗച്ചസ് ആണ്. ഞാൻ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. സോ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സസ് വേണമെങ്കിലും പ്ലീസ് ഡു കോൺടാക്ട് ദിസ് നമ്പർ. ഓൾമോസ്റ്റ് ഒരു 1500 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 4 years ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ ടീച്ചറും കൂടെയാണ്. സോ താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ ഓൾസോ. ബ്രാൻഡിന്റെ പേര് നിറ ലേബൽ എന്നാണ്. ഞങ്ങൾ 2 പേരാണ്. എനിക്കൊരു പാർട്ട്ണറും ഉണ്ട്. പുള്ളിക്കാരി വന്നിട്ടില്ല. ഞങ്ങൾ ദുബായ് ബേസ്ഡ് ആണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ പ്രോഡക്ട്സ് ഏതാ മെയിൻ ആയിട്ട്? പ്രോഡക്ട്സ് ആക്ച്വലി റെഡിമെയ്ഡ്സ് ഉണ്ട്. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ വേസ്റ്റ് കോട്ട്, ഷർട്ട്സ്. ഇതൊന്ന് കാണിക്കാം. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊരു കോട്ട് സെറ്റ് പോലത്തെ. കോട്ട് സെറ്റ് അല്ലേ? അതൊരു 2 പീസ്. കോട്ട് സെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോട്ട് സെറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സിംഗിൾ ഒറ്റ ഡ്രസ്സസ് ഉണ്ട്. ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട്. നൈസ്. പാർട്ടി വെയർസ്. ഇതൊക്കെ പാർട്ടി വെയർസാ. പാർട്ടി വെയർസ് ആണ് ഇതൊക്കെ. അല്ലാതെ നിങ്ങൾ ചെയ്തത് തന്നെയാണ് ഡിസൈൻ ചെയ്തത്? അല്ല, ഇത് ഞങ്ങൾ എടുക്കുന്നതാ. സോഴ്സ് ചെയ്യുന്നതാ. പക്ഷെ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നതാ. പിന്നെ ഇത് ഇങ്ങനത്തെ വേസ്റ്റ് കോട്ട്. ഇതിപ്പോ നല്ല ട്രെൻഡ് ആണല്ലോ ഇങ്ങനത്തെ വേസ്റ്റ് കോട്ട്സ്. ഇതിന്റെ കൂടെ പാന്റ്സും ഉണ്ട്. അതില്ല, ടോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഷർട്ട്സ്, കോട്ടൺ ഷർട്ട്സ് ഇങ്ങനത്തെ. പിന്നെ എത്ര നാളായി ബ്രാൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 5 months ആവുന്നേ ഉള്ളൂ. ഓൺലൈൻ ഫസ്റ്റ് എക്സിബിഷൻ ഞങ്ങളുടെ. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. സാരീസ് ഉണ്ട്. സാരീസ് ഭംഗിയുണ്ട്, നല്ല ഭംഗി. പിന്നെ ഇത് ഡ്രസ്സസ്. ആ സാരി മെറ്റീരിയൽസ് ഉണ്ട്. കോട്ട, ഓർഗൻസ, സിൽക്ക്. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. മൾ കോട്ടൺ. അപ്പോൾ ഒറ്റയ്ക്കാണ് എക്സിബിഷൻ വന്നത്? പാർട്ട്ണർ ഉണ്ടോ? ഇല്ല, പാർട്ട്ണർ ഇല്ല. ഞാനും ചേച്ചിയും കൂടെ ആയിരിക്കും എക്സിബിഷൻ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനി കുറേ കൂടെ എക്സിബിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ. കറക്റ്റ് വെക്കേഷൻ കിട്ടി എക്സിബിഷൻ. കറക്റ്റ്. ബാക്കി എല്ലാവരും സെറ്റ് ആവാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ യു ഗോയിങ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. ഒരുപാട് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവർ സംസാരിച്ചപ്പോൾ തന്നെ ദ പാഷൻ ആൻഡ് ലവ് ഫോർ ദർ വാട്ട് ദേ ആർ ഡൂയിങ്. സോ എന്തായാലും നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യും.
ഫുഡിൻ്റെ കൗണ്ടേഴ്സ് അങ്ങ് അറ്റത്തായിരിക്കും, അത് സെറ്റ് ആവുന്നതേ ഉള്ളൂ. ഞാൻ കാണിച്ചല്ലാതെ നാളെ സെയിനത്തെയും ഷറഫ ഫുഡും ഒക്കെ കാണും ഫ്രം ഓൾ ദ വേ ഫ്രം കാലിക്കറ്റ്. ആൻഡ് എൻ്റെ പേര് പ്രിയ മോഹൻ, എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ബാങ്കോക്ക് ഫാഷൻ. ഞാൻ ഈ OHF ഫ്ലീ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷമായി, 5-6 വർഷമായി. പക്ഷെ എല്ലാ എക്സിബിഷനും എന്നെ വിളിക്കാറുണ്ട്, അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അതെ അതല്ല, എല്ലാ എക്സിബിഷനും OHF എന്നെ വിളിക്കാറുണ്ട്, എന്താന്ന് എനിക്ക് അറിയില്ല. അതെ, വേണമെങ്കിൽ നമുക്ക് വേറെ പ്രോഡക്ട്സേ എന്താ അത്രയും പോരെങ്കിൽ നമ്മൾ അടുത്ത ആൾക്കാരെ വിളിച്ച് കയറ്റാൻ പോവാ. അപ്പൊ OHF ഫ്ലീ മാർക്കറ്റിൽ AKPയുടെ മാർക്കറ്റിംഗ് കണ്ട ഇന്ന് കുഞ്ചനങ്കിളിന്റെ വീട്ടില് എന്ത് നോക്കിയാലും AKP വരുവാ. കണ്ട മറ്റേ അതെ. സോ കൂടാതെ നമ്മൾ എന്നെ എപ്പോഴും എക്സിബിഷന് വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്തവണ ബാഗ്സ് ലോഞ്ച് ചെയ്തിട്ട് അതെന്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് അടിയിൽ കൊടുത്തേക്കാം. സോ ബാങ്കോക്ക് ഫാഷന്റെ ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഇത്തവണ കുറച്ച് ഇങ്ങനത്തെ കുറെ പുതിയ കളക്ഷൻസ് നമ്മള് ഷോപ്പിൽ പോലും വെച്ചിട്ടില്ല. എക്സിബിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് ചൂടോടെ. ഇന്നലെ ടാഗ് ചെയ്ത് കഴിഞ്ഞുള്ളൂ, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ടാഗ് ചെയ്യാൻ. സത്യം ഇന്നുണ്ടായിരുന്നു. അപ്പൊ ചൂടോടെ നമ്മൾ കുറച്ച് കളക്ഷൻസ് ഇറക്കിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒക്കെ ഇതൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പുതിയ കൊറിയനും കളക്ഷൻസ് ഒക്കെ ചൈനയിൽ നിന്നും ബാങ്കോക്കിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്തതാണ്. ഇതൊക്കെ ഇവിടെ 2 വർഷം കഴിയും ഇവിടെ ഇറങ്ങാൻ. അത് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ നല്ല ഡ്രസ്സസ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ നല്ല ബ്ലാക്ക് ഉണ്ട്, ക്രീം ഉണ്ട്, ആൻഡ് ഇങ്ങനത്തെ ക്രിസ്മസ് ബേസ്ഡ് അല്ലാത്തയും ചെക്സ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളതാണല്ലോ, ഇൻ ട്രെൻഡാണ് എപ്പോഴും. സോ ഇങ്ങനത്തെ ചെക്സും ഉണ്ട്, റെഡ് ആൻഡ് ബ്ലാക്ക് സ്ലീവ്ലെസ് ഉണ്ട്, വിത്ത് സ്ലീവ്സും ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് പാറ്റേൺസ് ഉണ്ട് ഇത്തവണ നമുക്ക്. ഇങ്ങനത്തെ കുറച്ച് യൂറോപ്യൻ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇത്തവണത്തെ ആക്ച്വലി നമ്മൾ പോയപ്പോൾ ട്രെൻഡ് ഭയങ്കര സട്ടിൽ ഷെയ്ഡ്സും അതുപോലെ തന്നെ ക്ലീൻ ഡിസൈൻസും ആയിരുന്നു. സാധാരണ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള നമ്മൾ കാണാറ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ട്രെൻഡ് അതാണെന്ന് തോന്നുന്നു. യൂറോപ്പിലേക്കും കൊറിയയിലേക്കും ഉള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ കണ്ടോ ബാക്കിലൊക്കെ, ബാക്കിൽ ഇങ്ങനെയാണ് കെട്ടൊക്കെ ഉള്ള ടൈപ്പ് ഓപ്പൺ ആണ്. ഇതും അതെ, ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. കുറച്ച് കൊറിയൻ സ്റ്റൈൽ പാറ്റേണിലെ ഔട്ട്ഫിറ്റ്സ് ആണ് തവണ കൂടുതൽ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ചെക്സും ഇങ്ങനത്തെ ശരിക്കും യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ഡ്രസ്സസ് ആണ് കൂടുതലും ഇറക്കിയിരിക്കുന്നത്. ഇതും കൊള്ളാലോ, കോട്ട് സെറ്റ്സ് പോലത്തെ ഇങ്ങനത്തെ കോട്ട് സെറ്റ്സ് ഉണ്ട്, നല്ല ഭംഗിയല്ലേ, നല്ല കൊറിയൻ സ്റ്റൈൽ അല്ലേ ഇത്. ഇങ്ങനത്തെ കോട്ട് സെറ്റ്സ് ഉണ്ട്, അതല്ലാതെ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സും ഉണ്ട്. ഇതൊക്കെ ഇത്തവണ കൊണ്ടുവന്നതാ. സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ്. നല്ല, അത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അതിന്റെ. പിന്നെ കോട്ട് സെറ്റ്സ് ഉണ്ട്. അത് മാത്രമേ കേട്ടുള്ളൂ, ഉടുപ്പ് പൊക്കുന്ന കാര്യം. പിന്നെ ഇങ്ങനത്തെ അതിന്റെ വേറൊരു കളർ ഷെയ്ഡാണത്. ഇങ്ങനത്തെ സെറ്റ് ഉണ്ട്. ഇതും സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ്. ഇത് നമ്മുടെ ജ്വല്ലറീസ് ആണ്. ഏതോ ക്യൂട്ട് സാധനം ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതാ ക്യൂട്ട്? വാങ്ങി തരുമോ അമ്മ? വാങ്ങി തരുമോ? അതെന്താ എല്ലാം കൂടെ ഇടാൻ പറ്റില്ല. അതെ അതെ, ഒരു ദിയുണ്ട്. പ്രിയയുടെ ടൈപ്പ് വലിയ ഇയറിംഗ്സ് കുറേ ഉണ്ട്. ഇത് ഞാൻ സെലിബ്രിറ്റീസിനൊക്കെ കൊടുത്തിട്ട് എല്ലാരും ഭയങ്കര ഇഷ്ടം, അവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട കമ്മലാണ് ഇട്ടത്. പക്ഷെ ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നല്ലോ, എല്ലാം പോയി. കുറെ ഷോപ്പിലുണ്ടായിരുന്നല്ലോ, ഗ്രീന്, പിങ്ക്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കമ്മൽസും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, തുണിയിലാണ് ഫ്ലവർ കണ്ടോ, തുണിയുടെ ഫ്ലവറാ, നല്ല ഭംഗിയില്ലേ. അങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. ഇത്തവണ കുറെ നമ്മള് മാല, കുറെ മാലാസും ഇത്തവണ വന്നിട്ടുണ്ട്. ഇയറിംഗ്സ് കുറെ ഉണ്ട്. കൂടുതൽ നമ്മൾ വലുത് കുറച്ച് ചെറുത് തന്നെ. ഡബിൾ ലവ് അറിയോ? ഇതാണ് ഏറ്റവും സ്മോൾ കേട്ടോ. ദിയക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ. പിന്നെ ചാംസ് ഉള്ള പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ചെയിൻസ് ആണ്. അതല്ലാതെ തന്നെ ഇതൊക്കെ നമുക്ക് മൈന്യൂട്ട് ഡിസൈൻസ്, കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഉള്ള കുറെ ഇഷ്ടം പോലെ ചെയിൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ചെയിൻസ് ഉണ്ട്.
അതിന് ഇഷ്ടംപോലെ കളക്ഷൻസ് നിങ്ങൾ വന്ന് ഇതെല്ലാം നോക്കുക സോ ദാറ്റ് യു ക്യാൻ പേഴ്സണലി എൻജോയ് ഓൾ ദിസ്. രണ്ട് ലെയറിലുള്ള ചെയിൻസ് ഉണ്ട്. ഓൾ എലഗന്റ് സ്മോൾ ടൈനി ഡിസൈൻസ്. പിന്നെ സ്ട്രോബെറി ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആയിട്ടുള്ളതുണ്ട്. സോ മെനി വെറൈറ്റീസ്. ഇതും ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ ഇത്തവണ. ചാംസിന്റെ കണ്ടോ? ഇത് നമ്മുടെ ആ അറ്റാച്ച് ചെയ്യുന്ന ഫ്ലവർ നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലേ ചൈനയില് ജ്വല്ലറി. മനസ്സിലായി. ഇത് തുറക്കുകയും ചെയ്യാം അടയ്ക്കുകയും ചെയ്യാം. തുറന്നാൽ ഒരു പാറ്റേൺ, അടച്ചാൽ ഒരു പാറ്റേൺ. ഇപ്പൊ ഇങ്ങനെയാണ് പാറ്റേൺ. ഓക്കെ, ഇത് ഇങ്ങനെ ഇടാം. പിന്നെ ഇങ്ങനെ തുറക്കും ചെയ്യാം. ഒരു ഫ്ലവർ പോലെ ആക്കാം. ഫ്ലവർ പോലെ ഇങ്ങനെ തുറന്നു വിടാം. ഇങ്ങനെ ഇടാം. എന്നിട്ട് അത് കൂട്ടുമ്പോ അത് ഫ്ലവർ ആവും. ഇതിന്റെ തന്നെ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇവിടെ മൊത്തം നാളെ ബാഗ്സ് വരുന്നതായിരിക്കും. ഫുൾ ബാഗ്സിന്റെ ഒരു ലോഞ്ച് ആണ് നമ്മുടെ എക്സിബിഷനിൽ അല്ലേ? വെലോറ നാളെ തുടങ്ങാണ്. അതെ, ബാഗ്സിനെ ഫുൾ വിറ്റ് തീർക്കേണ്ട ദിയയുടെ റെസ്പോൺസിബിലിറ്റിയാ. 1000 rupees ദിയക്ക് പോക്കറ്റ് മണി തരും. ഞാൻ തരും. 10 bags സെല് ചെയ്താ ദിയക്ക് 1000 rupees. കേട്ടാ? എനിക്ക് 1000 രൂപ കിട്ടാനുള്ള. പിന്നെ ടോപ്സ് ഞാൻ സെലക്ട് ചെയ്ത ടോപ്സ് പ്രിയ വെച്ചിട്ടില്ല കേട്ടാ. ഞാൻ ഇത്തവണ ചൈനീസ് മറ്റേ കൊറിയൻ ടോപ്സ്. അതാ പ്രശ്നം. എന്റെ സെലക്ഷൻ 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാറില്ല. വിറ്റു. അന്ന് അടിയായിട്ട് വാങ്ങിയതാ. പ്രിൻസിനോട് ചോദിക്കുക, അടിയായിരുന്നില്ലേ? സോൾഡ് ഔട്ട് ആയില്ലേ? ചോദിച്ചില്ലേ? അതാണ് കണ്ട കണ്ട. ഇതിന്റെ തൊട്ട് ഞാൻ പോയിക്കോളാം. ഞാനും ഫ്രണ്ട്സും പോയിക്കോളാം. ഫുൾ മറ്റേ കൊറിയൻ സ്റ്റൈലും ബിക്കിനീസും മാത്രമേ കാണുള്ളൂ. സോ ഇതുപോലെ ക്രോപ്പ് ടോപ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പാർട്ടി വെയർസ് ഒക്കെ ഇതൊക്കെ ഇപ്പൊ കൊച്ചിയിൽ കുറെ പാർട്ടീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഉണ്ട്. അല്ലാതെ വളരെ സട്ടിൽ ആയിട്ടുള്ളത് കണ്ടോ? ഇത് നോക്ക് പ്രിയ, ഇതെടുത്ത്. ഇതൊക്കെ കുറച്ച് പാർട്ടി വെയർസ് പോലെയാണ്. ഇത് കണ്ട പിങ്ക് വൈറ്റ് ബ്ലൂ ഷർട്ട്സ്, ക്രോപ്പ് ടോപ്പ് ഷർട്ട്സ് പോലത്തെ. സ്ട്രൈപ്സ് വേണമെങ്കിൽ സ്ട്രൈപ്സ് ഉണ്ട്. ഓഫീസ് വെയർസ് പോലെ. അതുപോലെ ഇങ്ങനത്തെ അതെ, ഇത് ഒരെണ്ണേ ഉള്ളു കേട്ടാ. ബാക്കിയൊക്കെ അവിടെ ഞാൻ 16, 18, 20 പീസ് കണ്ട് വാങ്ങിയത്. നിങ്ങൾ ഇത് ആരെങ്കിലും ചോദിച്ചു വാങ്ങിക്കോ. ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറാ. കൊറിയൻ K-pop സ്റ്റാർ ആവും നിങ്ങൾ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. മറ്റേ സോഡ പോപ്പ് ഒക്കെ അറിയോ? സോ ഇങ്ങനത്തെ ഷർട്ട്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ്. ആൻഡ് ഇതിനൊക്കെ ഉപരി നമ്മുടെ വെബ്സൈറ്റ് December 12th ലോഞ്ച് ആയിരിക്കും. സോ ഗൈസ്, വൺസ് അഗൈൻ ഇപ്പൊ സമയം 11 മണി ആവാറായി. ഞാൻ രാവിലെ 10 മണിക്ക് വ്ളോഗ് ഇടും. December 6th and 7th നിങ്ങൾ പ്ലീസ് ഡു കം. പേഴ്സണൽ ഇൻവൈറ്റ് ആയിട്ട് കരുതുക. യു ക്യാൻ ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ. ഒന്നുമില്ലെങ്കിൽ നല്ല ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് പോവാം. ജെൻസിന് ഒരു സാധനം ഇല്ല കേട്ടോ, കംപ്ലീറ്റ് ലേഡീസിനാണ്. സോ ജെൻസ് വരുവാണെങ്കിൽ നല്ല ഫുഡ് കഴിച്ച് ഇരിക്കാവുന്നേ ഉള്ളൂ. ഒന്നും നിങ്ങൾക്ക് വാങ്ങാനില്ല, അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാം. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. വൺസ് അഗൈൻ സീ യു ഓൾ ടുമോറോ. മീറ്റ് ആൻഡ് ഗ്രീറ്റും എല്ലാ പരിപാടിയും കാണും. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതൊരു സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. നാളെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. ദിയനെ ചോദിച്ച് കുറേ പേര് വരും. ഓക്കെ, ലക്കി ഡ്രോ ഒക്കെ ഉണ്ട്, ഗെയിംസ് ഉണ്ട്, കുറെ പരിപാടികളുണ്ട്. ഓക്കെ.